നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. അതിരപ്പള്ളിയിലെ വനത്തിനുള്ളിൽ ആദിവാസി യുവതി മാസം തികയാതെ പ്രസവിച്ചു. നവജാത ശിശു മരിച്ചു. മുക്കുമ്പുഴ ആദിവാസി ഊരിലെ സുബീഷ് മിനിക്കുട്ടി ദമ്പതികളുടെ ശിശുവാണ് പ്രസവത്തോടെ മരണപ്പെട്ടത്. ചാലക്കുടി കാനനപാതയിൽ കബാലി വീണ്ടും ഗതാഗതം സ്തംഭിപ്പിച്ചു. അന്തർ സംസ്ഥാന പാതയിൽ മലക്കപ്പാറയ്ക്ക് സമീപം ശാന്തംപാറ 46 മൈൽ ഭാഗത്താണ് ആന റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തിയത്. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ UDF നടത്തിയ സമരങ്ങൾ പ്രഹസനവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളിയിലെ വനത്തിനുള്ളിൽ ആദിവാസി യുവതി മാസം തികയാതെ പ്രസവിച്ചു. നവജാത ശിശു മരിച്ചു. മുക്കുമ്പുഴ ആദിവാസി ഊരിലെ സുബീഷ് മിനിക്കുട്ടി ദമ്പതികളുടെ ശിശുവാണ് പ്രസവത്തോടെ മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 9:30 വാഴച്ചാൽ റേഞ്ചിലെ പരടി വനത്തിൽ വെച്ചായിരുന്നു സംഭവം. താമസ സ്ഥലത്ത് നിന്നും 7 കിലോമീറ്ററോളം ഉൾക്കാട്ടിലായിരുന്നു ദമ്പതികൾ ഉണ്ടായിരുന്നത്. 7 മാസത്തോളം ഗർഭിണിയായ യുവതി ഭർത്താവിനൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ 2 ദിവസം മുൻപാണ് വനത്തിനുള്ളിലേക്ക് പോയത്. കുഞ്ഞ് മരിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുകയായിരുന്നു. ഇതിനെ തുടർന്ന് വനം വകുപ്പും ആരോഗ്യ പ്രവർത്തകരും രാവിലെ മുതൽ ഇവരെ വനത്തിനുള്ളിൽ തിരഞ്ഞെങ്കിലും ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് കണ്ടെത്തുവാൻ സാധിച്ചത്. റോഡ് മാർഗം കൊണ്ടുവരാൻ സാധിക്കാതെ വന്നതോടെ പുഴയും തോടും പെരിങ്ങൽകൂത്ത് ഡാമിന്റെ റിസർവോയറുമെല്ലാം സ്ട്രെച്ചറിൽ ചുമന്ന യുവതിയെ ബോട്ടിലെത്തിച്ച് അവിടെ നിന്ന് കാടിന് പുറത്തെത്തിക്കുകയായിരുന്നു. ദമ്പതികൾക്ക് 2 കുട്ടികൾ വേറെയുമുണ്ട്. ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചെങ്കിലും മഴയെ അവഗണിച്ചാണ് വനത്തിനുള്ളിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരും 108 ആംബുലൻസിലെ ഡ്രൈവറും മറ്റും ചേർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ഗോപിനാഥ്, JHI MM മനോജ്, ആരോഗ്യ പ്രവർത്തകരായ R തങ്കഭായ്, ജോമി C ജെയിംസ്, M മഹേഷ്, ഡെപ്യൂട്ടി റേഞ്ചർ KO ജോയ്, വനപാലകരായ PS ഷിജിൻ, ജോർജ് അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ കാടിനുള്ളിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി കാനനപാതയിൽ കബാലി വീണ്ടും ഗതാഗതം സ്തംഭിപ്പിച്ചു. അന്തർ സംസ്ഥാന പാതയിൽ മലക്കപ്പാറയ്ക്ക് സമീപം ശാന്തംപാറ 46 മൈൽ ഭാഗത്താണ് ആന റോഡിലിറങ്ങി ഗതാഗതം സ്തംഭിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4:15 സംഭവം. അരമണിക്കൂറോളം റോഡിലിറങ്ങി നിന്ന ആന പിന്നീട് വനത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. വിനോദസഞ്ചാരികൾ റോഡിലിറങ്ങി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതാണ് ആനയെ പ്രകോപിപ്പിച്ചത്. തുടർന്നാണ് കബാലി റോഡിൽ നിലയുറപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് 3-ാം തവണയാണ് കബാലി റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുന്നത്. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ UDF നടത്തിയ സമരങ്ങൾ പ്രഹസനവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വസ്തുതകളെല്ലാം അറിഞ്ഞിരുന്നിട്ടും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDFന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ UDF നടത്തിയ സമരങ്ങൾ പ്രഹസനവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മുസാഫരിക്കുന്നിലെ മണ്ണിടിച്ചിൽ പ്രദേശത്തെ 21 വീടുകൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്ഥലം വാങ്ങുന്നതിന് 6 ലക്ഷം, വീട് വയ്ക്കുന്നതിന് 4 ലക്ഷം രൂപ ഉൾപ്പെടെയാണ് 10 ലക്ഷം രൂപ നൽകുക. ഇതിൽ സ്ഥലം കണ്ടെത്തി സ്വന്തം പേരിൽ തീറാക്കുന്നവർക്ക് തുക നൽകും. ഇതിൻ പ്രകാരം 2 പേർക്ക് പണം നൽകിയിട്ടുണ്ട്. 2 പേർക്ക് ഉടനെ നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. സർക്കാരിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ടുള്ള അനുവദിച്ചുകൊണ്ടുള്ള 21 പേരുടെ ലിസ്റ്റ് അടക്കം വരികയുണ്ടായി. ആ ലിസ്റ്റ് പ്രകാരം വന്നതിൻ്റെ ഭാഗമായിട്ട് അവരോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭൂമി വാങ്ങുമ്പോൾ 6 ലക്ഷം രൂപ ഭൂമിക്കാണ്. ആ ഭൂമി വാങ്ങുമ്പോൾ അവരെ പേരിൽ തീരെഴുതി, ആരെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അത് തീരെഴുതി കൊണ്ടുവന്ന് അത് നമ്മുടെ താലൂക്ക് ഓഫീസിൽ സമർപ്പിക്കണം. തഹസിൽദാരായിട്ട് താലൂക്ക് ഓഫീസിൽ സമർപ്പിക്കണം. പക്ഷേ ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് 21 പേർക്കെന്ന് പറയുമ്പോൾ 2,10,00,000 രൂപയോളം വരും. 4 പേർക്കാണ് ഈ ആധാരം ഇവരെ പേരിലാക്കിക്കൊണ്ട് അവർക്ക് കൈമാറിയിട്ടുണ്ട്. ആ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേരിൽ 2 പേർക്ക് 10 ലക്ഷം രൂപ പൂർണ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞു. 2 പേർക്കുള്ള പൈസ ഉടനടി കൊടുത്തു തീർക്കും.
ബാക്കിയുള്ളവർ ഇവരെ പേരിൽ ഭൂമിയാക്കിക്കൊണ്ട് കൈമാറിയിട്ടില്ല എന്നാണ് തഹസിൽദാർ നമുക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ഇത് ഉടനടി ചെയ്തുകൊണ്ട് ഞങ്ങൾ കൈമാറാനായിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കണ്ട് കേട്ട് അറിവാണ്. തഹസിൽദാരെ നമ്മൾ വിളിച്ചപ്പോൾ അവിടെ നിന്ന് ചെന്ന് കാണുന്ന ഭൂമി ഒന്നില്ലെങ്കിൽ നിലത്തിലങ്ങാനായിരിക്കും ഇവർ ചെന്ന് പറയുന്ന ഭൂമി ഇതാണ്. പിന്നെ മുസാഫിരിക്കുന്നിൽ തന്നെ മണ്ണിടിച്ചിലുള്ള ഭാഗങ്ങളിൽ മുസാഫിരിക്കുന്നിൽ നിന്ന് മാറ്റി പാർപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ മുസാഫിരിക്കുന്നിൽ തന്നെ സ്ഥലം വാങ്ങാനായിട്ട് നോക്കുമ്പോൾ അത് എന്തായാലും സമ്മതിക്കില്ല. അത് അവിടെ നിന്ന് മാറിയാണ് താമസിക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ലൈഫ് പദ്ധതിയിലും വീട് വാങ്ങേണ്ടവർക്ക് തന്നെയുള്ള സ്ഥിതി 6 ലക്ഷം രൂപയാണ് വീട് വാങ്ങുന്നതിന് നമുക്ക് കിട്ടുക. അതിൽ സ്ഥലം വാങ്ങുന്നതിന് 2 ലക്ഷം രൂപയുണ്ട്. ആ 2 ലക്ഷം രൂപ ഇതേപോലെ തന്നെ ആധാരമാക്കി അവരുടെ പേരിൽ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്ന സ്ഥിതിയിലാണ് അത് ചെയ്തു വരുന്നത്. നാളിതുവരെ 312 പേരാണ് നമ്മുടെ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. 221 പേർക്ക് വീടുകൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. 91 പേർക്കായിട്ട് ഗ്രാമപഞ്ചായത്ത് ജനറൽ SC വിഭാഗത്തിനായിട്ട് ഫണ്ട് നമ്മൾ ഓൺ ഫണ്ടിൽ നിന്ന് തന്നെ വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചാലിലേക്ക് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അടുത്ത് തന്നെ ഫണ്ടുകൾ കൈമാറിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബാക്കിയുള്ളവർ സ്ഥലം കണ്ടെത്തുന്നതനുസരിച്ച് ഫണ്ട് പാസാക്കാൻ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. NICയുടെ സോഫ്റ്റ്വെയർ തകരാർ മൂലം തടസ്സപ്പെട്ട പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് വീണ്ടും നിർത്തിവെക്കുക എന്നതാണ് സമരത്തിലെ മറ്റൊരു വിഷയം. കൂടാതെ UDF ഭരണകാലത്ത് നിർജ്ജീവമായി കിടന്ന അറവുശാല ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. പഞ്ചായത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വേർതിരിവില്ലാതെയാണ് തീരുമാനമെടുത്തിരുന്നത്. വസ്തുതകളെല്ലാം അറിഞ്ഞിരുന്നിട്ടും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള UDFന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. വെള്ളാങ്കല്ലൂരിൽ നടന്ന പത്രസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ഫസ്ന റിയാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ഷറഫുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും നടത്തി. പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കരിങ്കാളി ഫെയിം അനൂപ് പുതിയടത്ത് മുഖ്യാതിഥിയായിരുന്നു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് I ബാലഗോപാലൻ IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കേന്ദ്ര ഗ്രന്ഥശാല PSC പഠന കൂട്ടായ്മയിൽ നിന്നും സർക്കാർ സർവീസിലേക്ക് പ്രവേശിച്ച പ്രിനീഷ് P മേനോനെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, മെമ്പർ പ്രനില ഗിരീശൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ AR രാജേശ്വരി, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, തിലകൻ KB എന്നിവർ സംസാരിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ചയാൾ റിമാൻഡിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട നാരായണമംഗലം പാറയ്ക്കൽ വീട്ടിൽ 23 വയസ്സുള്ള അഖിലാണ് റിമാൻഡിലായത്. തൃശൂർ DIGയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. എന്നാൽ ഇയാൾ രഹസ്യമായി നാരായണമംഗലത്തുള്ള വീട്ടിൽ വരുന്നതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് തിങ്കളാഴ്ച രാത്രി നാരായണമംഗലത്തുള്ള വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് FIR രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇൻസ്പെക്ടർ ശശിധരന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ കശ്യപൻ, CPOമാരായ ഫൈസൽ, സുബീഷ് എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ടിലാസ്റ്റോട്ട് 24 സംഘടിപ്പിച്ചു. ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാറിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഡെയിലി ലൈഫ് എന്ന വിഷയത്തിൽ പഴഞ്ഞി MD കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ തോമസ് മാത്യു പ്രബന്ധം അവതരിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ K, സയൻസ് വിഭാഗം ഡീൻ ഡോക്ടർ ഷീബ MB, വിദ്യാർത്ഥി പ്രതിനിധി ലെന വെൽസ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിലെ വനത്തിനുള്ളിൽ ആദിവാസി യുവതി മാസം തികയാതെ പ്രസവിച്ചു. നവജാത ശിശു മരിച്ചു. മുക്കുമ്പുഴ ആദിവാസി ഊരിലെ സുബീഷ് മിനിക്കുട്ടി ദമ്പതികളുടെ ശിശുവാണ് പ്രസവത്തോടെ മരണപ്പെട്ടത്.
ചാലക്കുടി കാനന പാതയിൽ കബാലി വീണ്ടും ഗതാഗതം സ്തംഭിപ്പിച്ചു. അന്തർ സംസ്ഥാന പാതയിൽ മലക്കപ്പാറയ്ക്ക് സമീപം ശാന്തംപാറ 46-ാം മൈൽ ഭാഗത്താണ് ആന റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തിയത്. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ UDF നടത്തിയ സമരങ്ങൾ പ്രഹസനവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.